ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ഡോക്ടർ എം എൻ കാരശ്ശേരി പറഞ്ഞതും താങ്കൾ കേട്ടിരിക്കുമല്ലോ. സർക്കാരിന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരശ്ശേരി മാഷ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ശരി, സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രതിപക്ഷവും ഇന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഡോക്ടർ എം എൻ കാരശ്ശേരിയും പറയുന്നത് ഇപ്പോൾ UDF-നകത്തൊരു ഭിന്നിപ്പുണ്ടാകാൻ CPM കാത്തിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടിയാണ്. എന്തുകൊണ്ടൊരു സർവകക്ഷി യോഗം വിളിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. CPIM ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നേയില്ല. ഇത് തികച്ചും പാവപ്പെട്ട ആളുകളുടെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ്. സർക്കാരിൻ്റെ നിലപാട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം എന്ന് തന്നെയാണ്. സർക്കാർ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടാണല്ലോ നവംബർ 22-ാം തീയതി മുഖ്യമന്ത്രി അദ്ദേഹം ഉന്നതതല മന്ത്രിതല യോഗം വിളിച്ചു ചേർത്ത് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തത്. അവിടെ താമസിക്കുന്ന കരമടച്ച് ആ ഭൂമിയുടെ അവകാശം സംരക്ഷിച്ചു പോന്നിരുന്ന ആളുകൾ അവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള തീരുമാനമല്ല എടുത്തത്. അതായത് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിലെ പഴയ സർവേ നമ്പർ 18-1 ഉൾപ്പെട്ട വസ്തുവിൻ്റെ ഇന്നത്തെ നിലവിലുള്ള കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചത്. അപ്പോൾ അവിടെ താമസിക്കുന്ന ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതിന് മുമ്പ് സമരക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. സമരക്കാർ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുമായി വന്നു ചേർന്ന് അവർ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും വഖഫ് മന്ത്രിക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബന്ധപ്പെട്ട മന്ത്രിമാരോട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം കേട്ടതിന് ശേഷമാണ് ഇതിലെടുക്കേണ്ട ഒരു തീരുമാനമെന്ന നിലയിൽ പ്രത്യേകിച്ച് നിയമപ്രശ്നങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് നിയമപരമായ പരിരക്ഷ എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ള സർക്കാരിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം എത്തിയ തൊട്ടടുത്ത ദിവസം സമരക്കാരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി, ഓൺലൈൻ യോഗം നടത്തി. ആ ഓൺലൈൻ യോഗത്തിൽ സമരക്കാരെ പിന്തുണച്ചുകൊണ്ട് 2 പ്രധാനപ്പെട്ട ബിഷപ്പുമാരും അതിൽ പങ്കെടുക്കുകയും അവർ സർക്കാരിൻ്റെ തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയുമാണ് ചെയ്തത്. ഇവിടെ വിഷമം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കുമാണ്. ഒരു സംശയം, ഇതുവരെ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലപാട് കേൾക്കാമല്ലോ. ഇവിടെ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന നിലപാട് സർക്കാരിനുമുണ്ട്, പ്രതിപക്ഷത്തിനുമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു പറഞ്ഞിരുന്നത്. മുനമ്പം വിഷയത്തിൽ അവിടുത്തെ താമസക്കാരുടെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ, അവരുടെ ആശങ്ക ഒട്ടും വർദ്ധിപ്പിക്കാത്ത രീതിയിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ ലീഗ് ഇന്ന് അതിൽ നിന്നും വിട്ടുപോയോ? ലീഗിലെ ചില നേതാക്കളെങ്കിലും അതാണോ മനസ്സിലാക്കുന്നത്? അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരെ പ്രീതിപ്പെടുത്താനായിരിക്കും എന്നാണ് CPM സംശയിക്കുന്നത്. തീർച്ചയായും പ്രതിപക്ഷ നിരയിൽ തർക്കങ്ങൾ ഉണ്ടാകാവുന്നത് സ്വാഭാവികമാണ്. കാരണം ആ മുനമ്പത്തെ 602 കുടുംബങ്ങൾക്ക് കരമടക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങി നൽകിയ ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ് ഞാൻ. ആ തീരുമാനത്തിനെതിരായി കോടതിയിൽ ചോദ്യം ചെയ്തത് 2 മുസ്ലിം സഹോദരങ്ങളാണ്. അതിന് ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് KPA മജീദ് എന്ന് പറയുന്ന UDF-ന്റെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഈ നിലപാടെല്ലാം ഇരട്ടത്താപ്പ് നിറഞ്ഞ നിലപാടാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു പാഴ്വേല മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ വഖഫ് ഭൂമി എന്നുള്ളത് സാങ്കേതികമായി വലിയ നൂലാമാലകളുള്ള വിഷയമാണ്. അത് വഖഫ് ഭൂമിയല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ലീഗിന് പറ്റുന്നില്ല. വഖഫ് ഭൂമിയാണ്. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ പറയേണ്ടത്. കാരണം ഇതിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ആയാലും സാദിഖ് അലി തങ്ങളായാലും ഇപ്പോൾ ഈ സഭയുമായി, വരാപ്പുഴ ബിഷപ്പുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം നടത്തിയ പ്രതികരണത്തിൽ വഖഫ് എന്നുള്ള വിഷയം അവിടെ ഉന്നയിക്കുന്നില്ല. അവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ട്, അവിടുത്തെ ജനങ്ങളുടെ, പ്രദേശവാസികളുടെ അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കരുത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിലാണ് ഊന്നേണ്ടത്.
മറ്റേ വിഷയം ഇപ്പോൾ പറയേണ്ടതല്ല, ഓരോന്നിനും ഒരു ഔചിത്യമുണ്ടല്ലോ, ഇപ്പോൾ അത് പറയേണ്ട വിഷയമല്ല എന്ന നിലപാട് സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും എടുക്കുന്നു. പക്ഷേ KM ഷാജി മറിച്ചൊരു നിലപാടെടുക്കുകയാണ്. മുനമ്പം വലിയ പ്രശ്നമാണ്, വിചാരിക്കും പോലെ നിസ്സാരമല്ല, അത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ലീഗിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് പറയുന്നത് ഒരു പൊതുപരിപാടിയിലെ പ്രസംഗത്തിലാണ്. ഇന്ന് ET അത് ശരിവെച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭൂമിയാണ് എന്ന് ഇപ്പോൾ ഈ MA നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വഖഫ് ഭൂമിയാണെന്നാണല്ലോ. അതിനുശേഷമുള്ള നടപടികളിലേക്കും കടന്നിരിക്കുന്നു. താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? ഇപ്പോൾ ഈ വഖഫ് ബോർഡ് ഈ ഭൂമിയുടെ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല, ഫറൂഖ് കോളേജും വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു സംഘടനയല്ലേ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആ സംഘടനയുടെ പിന്നിലെ താല്പര്യങ്ങൾ എന്താണ്? വഖഫ് ബോർഡ് വന്നിട്ടുണ്ടല്ലോ, വഖഫ് ബോർഡിന് ക്ലെയിം ഉണ്ടല്ലോ. അല്ല, വഖഫ് ബോർഡ് ഇപ്പോൾ ഈ വിവാദത്തിലേക്ക് വന്നിട്ടില്ലല്ലോ. വഖഫ് സംരക്ഷണ സമിതിയല്ലേ കോടതിയിൽ പോയിരിക്കുന്നത്? വഖഫ് സംരക്ഷണ സമിതി വന്നിട്ടില്ല. അതെ അതെ, അതാണ് ഞാൻ ചോദിച്ചത്. വഖഫ് സംരക്ഷണ സമിതി ആരാണ്? ഈ വഖഫ് സംരക്ഷണ സമിതിക്ക് പിന്നിൽ? അതെ, അത് ഉത്തരം പറയേണ്ടത് അവര് തന്നെയാണ്, നമ്മളല്ല. അത് പ്രധാനമായിട്ടും അല്ല, താങ്കൾ അവിടുത്തെ സ്ഥലം MLA എന്ന നിലയ്ക്ക് താങ്കളുടെ മനസ്സിലാക്കലാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, 2019 വഖഫ് ബോർഡ് സ്വമേധയാ ഈ ഭൂമി വഖഫിൻ്റെതായി അവരുടെ രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു പുതിയ നിയമപ്രശ്നമല്ലേ? മാത്രമല്ല, ഈ തർക്ക പ്രശ്നം അടുത്ത ആഴ്ച വഖഫ് ട്രിബ്യൂണലിൽ, കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള വഖഫ് ട്രിബ്യൂണലിൽ പരിഗണിക്കപ്പെടാൻ പോകുന്നൊരു വിഷയമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ, നിയമപരമായ ഒരു പ്രശ്നത്തിൽ വളരെ പെട്ടെന്നൊരു അഭിപ്രായം പറയുക എന്നുള്ളത് കോടതിയുടെ ഒരു തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും തെറ്റായിരിക്കും. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് കരമടക്കാനുള്ള സ്വാതന്ത്ര്യം കോടതി വഴി കോടതി വഴി തടഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇവർക്ക് നീതി ലഭിക്കണമെങ്കിൽ കരമടക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ സർക്കാർ അവർക്ക് വേണ്ടി ഈ അഭ്യർത്ഥന കോടതി മുമ്പാകെ സമർപ്പിക്കും. ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം ഒരു യാത്രയിലാണ്, മദ്രാസ് യാത്രയിലാണ്. അദ്ദേഹം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടി ഈ അഭ്യർത്ഥന കോടതി മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്യും. അവർക്ക് ലീഗൽ പരിരക്ഷ കിട്ടുക എന്നുള്ളതാണ്, നിയമപരമായ പരിരക്ഷ അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ടേംസ് ഓഫ് റെഫറൻസിൽ, ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ആദ്യ പരിഗണന നൽകുന്നതും അതുതന്നെയാണ് സർക്കാർ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.